إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അമൂല്യമായ ഒരു നിധിയാണ് ഈമാൻ എന്നുള്ളത്. അഥവാ സത്യവിശ്വാസിയായി തീരുക എന്നുള്ളത് വളരെ വലിയ അനുഗ്രഹമാണ്, അമൂല്യമായ നിധിയാണ്. അമൂല്യമായ ഒരു വസ്തു, ഒരു നിധി, അതിനെ നാം എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നുവോ അതിനേക്കാൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് നമ്മുടെ ഈമാൻ എന്നുള്ളത്. ഇഹലോകത്തും പരലോകത്തും വിശിഷ്ടമായ ജീവിതം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഈമാനുള്ളവർക്ക് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ സൂറത്തുൻ നഹ്ലിലൂടെ നമ്മെ അറിയിച്ചു, മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ആണാവട്ടെ പെണ്ണാവട്ടെ, ആരാണോ വിശ്വാസിയായിക്കൊണ്ട് ഈമാനുള്ളവരായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, ഫലനുഹയ്യന്നഹു ഹയാതൻ തയ്യിബ, അവരെ നാം വിശിഷ്ടമായ ജീവിതം ജീവിപ്പിക്കും. അഥവാ ഫിദ്ദുന്യ, ദുനിയാവിലാണത്. ഇഹലോകത്ത് വിശിഷ്ടമായ ജീവിതം ഈമാനിൻ്റെ അനന്തരഫലമായി അള്ളാഹു അത്തരക്കാർക്ക് നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. പരലോകത്ത് അവർ പ്രവർത്തിക്കുന്ന ഏറ്റവും ഉത്തമമായ കാര്യങ്ങൾക്ക് അനുസരിച്ച് സ്വർഗം പ്രതിഫലമായി നൽകുന്നതാണ്. അഥവാ സഹോദരങ്ങളെ, ഇഹലോകത്തും പരലോകത്തും നമ്മുടെ സൗഭാഗ്യമാണ് നമ്മുടെ ഈമാൻ എന്നുള്ളത്. ഈമാൻ എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അടുക്കൽ
ഹൃദയത്തിലുള്ള വിശ്വാസമാണ്, നാവ് കൊണ്ടുള്ള പ്രഖ്യാപനമാണ്, അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനവുമാണ്. ഇത് മൂന്നുമാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. മനസ്സിൽ ഈമാൻ ഉണ്ടാകും, അതേപോലെ നാവ് കൊണ്ടത് പ്രഖ്യാപിക്കും, അവയവങ്ങൾ കൊണ്ടത് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഒരാൾ ഈമാനുള്ളവനായി തീരുക, മുഅ്മിനായി തീരുക. ഈ ഈമാനിനെ കുറിച്ച് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ചു തന്ന, നമുക്കുള്ള ഉണർത്തലാണ്, താക്കീതാണ് ഈ ഹദീസ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഈമാന ലയഖ്ലഖു ഫീ ജൗഫി അഹദിക്കും കമാ യഖ്ലഖു ഥൗബുൽ ഖലിഖു. തീർച്ചയായും ഈമാൻ എന്നാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് പുതിയ വസ്ത്രം അത് ഉപയോഗിച്ച് പിന്നീട് നുരുമ്പിപ്പോകുന്നത് പോലെ നുരുമ്പിപ്പോകുന്നതാണ്. ഫസ്അലുല്ലാഹ അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബിക്കും. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഈമാൻ പുതുക്കിത്തരാൻ ചോദിച്ചുകൊണ്ടേയിരിക്കുക. സഹോദരങ്ങളെ, ഈ ഹദീസ് നോക്കൂ നിങ്ങൾ. വസ്ത്രം നമുക്കറിയാം, അത് ഒരുപാട് നാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് നുരുമ്പിപ്പോകും. എന്നതുപോലെ ഈമാൻ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നുരുമ്പിപ്പോകുമെന്നാണ്, എന്ന് പറഞ്ഞാൽ ദുർബലപ്പെട്ടു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അൽ ഈമാനു ഖൗലുൻ വ അമൽ. ഈമാൻ എന്നാൽ വാക്കും പ്രവൃത്തിയുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ യസീദു വയൻഖുസ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ വ്യാഖ്യാനമാണത്. ഈമാൻ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കിട്ടിക്കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അതിന് പിന്നീട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നാണ് ഈ പറയുന്നത്. എപ്പോഴും എല്ലാ കാലത്തും ഈമാനിൻ്റെ അവസ്ഥ ഒരുപോലെ ആവുകയില്ല. നമ്മുടെ ഹൃദയങ്ങളിൽ അതിന് മാറ്റമുണ്ടാകും. ഈമാനിന് പ്രശ്നമുള്ളത് കൊണ്ടല്ല, പിന്നെ നമ്മുടെ ഹൃദയങ്ങൾക്കാണ് പ്രശ്നം. നമ്മുടെ ഹൃദയങ്ങളിൽ അതിൻ്റെ തോത് കൂടുകയും കുറയുകയും ചെയ്യും. അൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അയസീദുൽ ഈമാനു വയൻഖുസ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമോ? അദ്ദേഹം പറഞ്ഞു, യസീദു ഹത്താ യബ്ലുഗ അഅല സമാവാതി സബ്അ. അതേ, ഈമാൻ കൂടും, ഈമാൻ വർദ്ധിക്കും. ഏതുവരെ? ഏഴാൻ ആകാശം വരെ, അത്രയും ഉയരത്തിൽ ഈമാൻ വർദ്ധിക്കും. വയൻഖുസു, അതുപോലെ തന്നെ അത് കുറയും. ഹത്താ യസീറ ഇലാ അസ്ഫലി സാഫിലീന സബ്അ, ഏഴാമത്തെ ഭൂമിയുടെ അടിത്തട്ട് വരേക്കും അത് താണുപോകും. മഹാനായ തബഉ താബിഈ അൽ ഔസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോടൊരിക്കൽ ചോദിക്കപ്പെട്ടു സമാനമായ ചോദ്യം, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുമോ? അദ്ദേഹം പറഞ്ഞു, നഅം, അതേ, ഈമാൻ കൂടും. ഹത്താ യകൂന കൽ ജിബാൽ, വലിയ ഒരു പർവ്വതത്തോളം ഈമാൻ ഉയരും. ഇനി കുറയുമോ? അദ്ദേഹം പറഞ്ഞു, നഅം, അതേ, കുറയും. ഹത്താ ലാ യബ്ഖാ മിൻഹു ശൈഉൻ, ഒരാളുടെ ഹൃദയത്തിൽ ഈമാനിൻ്റെ തരിമ്പ് പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അത് കുറയുകയും ചെയ്യും. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് ഈമാനിൻ്റെ കാര്യത്തിൽ, നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ ദീനിൻ്റെ കാര്യത്തിൽ നാം ശ്രദ്ധ ചെലുത്തണം. ദീനിൽ നിന്ന് തെറിച്ചു പോകാതെ ശ്രദ്ധിക്കണം. അതിലേക്കുള്ള മാർഗങ്ങൾ അടക്കണം.
പ്രവർത്തനങ്ങളുമായി മുന്നേറണം എന്നൊക്കെ പറയാനുള്ള കാരണം ഇതാണ്. ഹൃദയങ്ങളിൽ നിന്ന് ഈമാൻ ഇല്ലാതെയായി പോയാൽ പ്രിയമുള്ളവരെ, പിന്നെ എങ്ങനെ നമുക്ക് ഇഹലോകത്തും പരലോകത്തും രക്ഷപ്പെടാൻ സാധിക്കും? ഈമാൻ എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അവൻ്റെ ഔദാര്യമാണ്. അത് പാരമ്പര്യമായി പരമ്പരാഗതമായി കിട്ടുന്ന ഒന്നല്ല, ഒരാൾക്കും അങ്ങനെ കിട്ടുന്നതല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകുന്നതാണ്. അള്ളാഹു പറഞ്ഞു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും പരിശുദ്ധി പ്രാപിക്കുകയില്ല. വലാകിന്ന അല്ലാഹ യുസക്കി മൻ യശാ. മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പരിശുദ്ധി നൽകുന്നു, അവർക്ക് ഈമാൻ നൽകുന്നു, അവർക്ക് ദീനിയായ വളർച്ച നൽകുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിങ്ങൾക്ക് ഈമാനിനോട് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കി, പ്രിയമുണ്ടാക്കി. അതുപോലെ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അത് അലങ്കാരമായി തോന്നിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ ഈമാനിനോട് ഇഷ്ടമുണ്ടാവുക എന്നുള്ളത്. അതുപോലെ ഈമാൻ നമ്മുടെ ഹൃദയങ്ങളുടെ അലങ്കാരമായി നമുക്ക് മാറുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യവും ഔദാര്യവുമാണ്. അതുപോലെ അള്ളാഹു നമുക്ക് ചെയ്ത ഔദാര്യമാണ്. ശേഷം അള്ളാഹു പറയുന്നു, വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അള്ളാഹു റബ്ബുൽ ആലമീൻ കുഫ്ർ, നിഷേധം, അതുപോലെ തന്നെ അധർമ്മം, അതുപോലെ അനുസരണക്കേട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് വെറുപ്പുള്ളതാക്കി തന്നിരിക്കുന്നു. ഉലൈക ഹുമുർ റാഷിദൂൻ. ഈ വിശേഷണങ്ങൾ കിട്ടിയ ആളുകളാണ് സന്മാർഗികൾ. ഫദ്ലം മിനല്ലാഹി വ നിഅമ. അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ അനുഗ്രഹവുമാണ്. വല്ലാഹു അലീമുൻ ഹക്കീം. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അവൻ യുക്തിപൂർണനാണ്. അവനറിയാം ആരുടെ ഹൃദയത്തിന് ഈമാൻ ഇഷ്ടം തോന്നണം, ആർക്കത് അലങ്കാരമായി തീരണം, ആർക്ക് കുഫ്റിനോട്, അധർമ്മങ്ങളോട്, തിന്മകളോട് വെറുപ്പ് തോന്നണം എന്നത് അള്ളാഹുവിനറിയാം. അവൻ യുക്തിപൂർണനാണ്. അവൻ ഓരോന്നും കൃത്യമായി ചെയ്യേണ്ട രൂപത്തിൽ വെക്കേണ്ട സ്ഥാനത്ത് മാത്രമേ വെക്കുകയുള്ളൂ. സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഈമാൻ, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് ഈമാൻ. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതു. അള്ളാഹുവിൻ്റെ കാരുണ്യവും ഔദാര്യവും ഇല്ലായിരുന്നുവെങ്കിൽ ലത്തബഅതുമുശ് ശൈത്താന ഇല്ലാ ഖലീലാ. നിങ്ങളിൽ കുറച്ചു പേരൊഴികെ എല്ലാവരും പിശാചിനെ പിൻപറ്റുമായിരുന്നു. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എത്ര വലിയ അനുഗ്രഹമാണ്, എത്ര വലിയ ഔദാര്യമാണ് ഈമാനിൻ്റെ ആളുകളാക്കി നമ്മെ അവൻ മാറ്റി എന്നുള്ളത്. ഈമാനിൻ്റെ ആളുകളായി, വിശ്വാസികളായി, മുസ്ലിമീങ്ങളായി, മുഅ്മിനീങ്ങളായി റബ്ബിന് സുജൂദ് ചെയ്യാൻ, അവനെ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹു നമ്മെ ഈ മസ്ജിദിൽ കൊണ്ടിരുത്തി എന്നുള്ളത് എത്ര വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മസ്ജിദിൽ ഇരുത്തിയ നമ്മെ വല്ല ബിംബങ്ങൾക്കോ വിഗ്രഹങ്ങൾക്കോ കുരിശിനോ മുന്നിൽ സുജൂദ് ചെയ്യുന്നവരാക്കി തീർക്കാൻ കഴിവുള്ളവനാണ്. എന്നിട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അവനെ ഇബാദത്ത് ചെയ്യുന്ന മുഅ്മിനീങ്ങളാക്കി തീർത്തു എന്നുള്ളത് പ്രിയമുള്ളവരെ, അത് അല്ലാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും അവൻ്റെ അനുഗ്രഹവും തന്നെയാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, നേരം പുലരുമ്പോൾ അല്ലാഹ് എന്ന് വിളിക്കാത്ത നാവ്, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ഹൃദയം, എന്തായിരിക്കും പ്രിയമുള്ളവരെ ആ ഒരു ഹൃദയം? എന്തായിരിക്കും പ്രിയമുള്ളവരെ ആ ഒരു ജീവിതം? നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എഴുന്നേൽക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാ എന്ന വാക്ക് പറഞ്ഞുകൊണ്ട്, നന്ദി വാക്ക് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ സാധിക്കുക എന്നുള്ളത് എത്ര വലിയ കാര്യമാണ്. എഴുന്നേറ്റതോടുകൂടി പിന്നീട് ജീവിത ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണം, ഇബാദത്തുകളിലേക്ക്
ഇറങ്ങുകയാണ് നാം. റബ്ബിനെ കുറിച്ചുള്ള ദിക്റുകൾ, റബ്ബിനുള്ള സുജൂദ്, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകൾ, അങ്ങനെയുള്ള ഒരു ജീവിതം എത്ര മനോഹരമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതല്ലാത്ത ഒരു ജീവിതം എന്തായിരിക്കും പ്രിയമുള്ളവരെ? ഈമാനിന്, ഇസ്ലാമിന്, അതുപോലെ യഥാർത്ഥ തൗഹീദിന്, സുന്നത്തിന് മുമ്പേ നമ്മിൽ പലരും, നമുക്ക് പല കാലഘട്ടവും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ളവരെ, ആ ഒരു കാലഘട്ടം എന്തായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു നാം ജീവിച്ചത് എന്ന ചിന്ത നമുക്കുണ്ടായിരുന്നോ? എന്തായിരുന്നു നമ്മുടെ ജീവിത ലക്ഷ്യം എന്നത് നമുക്കറിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ കാലത്തെങ്ങാനും മരിച്ചു പോയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു നമ്മെ കാത്തുരക്ഷിച്ചു, അൽഹംദുലില്ലാ. ഇനി പ്രിയമുള്ളവരെ, നാം ശ്രദ്ധിക്കേണ്ടത്, വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും ഈമാൻ നുരുമ്പിപ്പോവാതിരിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഈമാൻ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ദുർബലപ്പെട്ടു പോവാതിരിക്കാൻ, ഈമാനിൽ നിന്ന് പുറത്തേക്ക് കടക്കാതിരിക്കാനാണ് ഇനി ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്. തൗഹീദിലായി, സുന്നത്തിലായി, അള്ളാഹുവിൻ്റെ ദീനിലായി ജീവിച്ച് മരിക്കാനുള്ള പരിശ്രമമാണ് നാം ചെയ്യേണ്ടത്. അതിന് പണ്ഡിതന്മാർ പറഞ്ഞു, ചില കാര്യങ്ങൾ, ചില കാരണങ്ങൾ നാം സ്വീകരിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തേത് പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്നുള്ളതാണ്. ദീനിനെ കുറിച്ച് പഠിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, അത് പഠിക്കാൻ നാം ശ്രദ്ധിക്കുക. ദീൻ പഠിക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. ഖാല അല്ലാഹ് ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും പ്രിയമുള്ളവരെ. ഈമാൻ നുരുമ്പിപ്പോവുകയില്ല, മറിച്ച് ഈമാനിന് സ്ഥൈര്യം ലഭിക്കും. അതുപോലെ രണ്ടാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കിതാബ്, പരിശുദ്ധ ഖുർആൻ, അത് ധാരാളമായി പാരായണം ചെയ്യുക, ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുക. കാരണം അള്ളാഹുവിൻ്റെ കിതാബിലെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അള്ളാഹു പറഞ്ഞു, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനാ. അവർക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കും. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ കടന്നു ചെല്ലുമ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ വിളിക്കുന്നു, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹല്ലദീന ആമനൂ എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ വിളി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അള്ളാഹുവിൻ്റെ അറിയിപ്പുകൾ അതിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. മൂന്നാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മുടെ മുൻഗാമികൾ, മഹാന്മാർ, മഹത്തുക്കൾ, നബിമാർ, സഹാബികൾ, ഈ ഉമ്മത്തിലെ നല്ലവരായ ഇമാമിങ്ങൾ, അവരുടെ ചരിത്രങ്ങൾ പഠിക്കുക, അവരുടെ ചരിത്രങ്ങൾ നാം വായിക്കുക, കേൾക്കുക, സത്യസന്ധമായ ചരിത്രങ്ങൾ കേൾക്കുക. കാരണം പരീക്ഷണങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെയായിരുന്നു അവർ കടന്നുപോയിരുന്നത്. പ്രത്യേകിച്ച് അമ്പിയാക്കൾ, അള്ളാഹുവിൻ്റെ നബിമാർ, അതുപോലെ സഹാബികൾ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ നമ്മുടെ ഈമാൻ നമുക്ക് വർദ്ധിക്കും. കാരണം ആ ഒരു പരീക്ഷണമോ ആ ഒരു പ്രയാസമോ ഒന്നും നമുക്ക് വന്നു കിട്ടിയിട്ടില്ല. എന്നിട്ടും നമ്മളും പ്രതീക്ഷിക്കുന്നത് അവർ പോയ സ്വർഗത്തിലേക്ക് പോവാനാണ്. നാലാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ പഠിക്കുക. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അള്ളാഹുവിന് അത്യുത്തമമായ നാമങ്ങളുണ്ട്. 99 നാമങ്ങൾ അള്ളാഹു നമുക്കറിയിച്ച് നൽകിയിട്ടുണ്ട്, അതല്ലാത്തതുമുണ്ട്. അതുപോലെ തന്നെ ആ നാമങ്ങളിൽ അടങ്ങിയിട്ടുള്ള വിശേഷണങ്ങളുണ്ട്. അത് നാം പഠിക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ നിന്ന് എത്ര നാമങ്ങൾ നമുക്കറിയാം. അള്ളാഹു സൃഷ്ടിച്ച അവൻ്റെ പടപ്പുകൾ, സൃഷ്ടികൾ, ഈ ഭൂമി ലോകത്ത്, ഭൂമുഖത്തുള്ള പലതിനെക്കുറിച്ചും ആകാശലോകത്തുള്ളതിനെക്കുറിച്ചു വരെ നമ്മൾ പഠിക്കുന്നു, അറിയുന്നു, റിസർച്ച് നടത്തുന്നു, ഗവേഷണങ്ങൾക്ക് പിന്നാലെയാണ്. എന്നാൽ അതിനെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നിയന്ത്രിക്കുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങൾ, എത്ര നാമങ്ങൾ നമുക്കറിയാം. നാം ചിന്തിക്കുക, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കും പ്രിയമുള്ളവരെ. അഞ്ചാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നാം അഹോരാത്രം പരിശ്രമിക്കുക. നമ്മുടെ മുന്നിലേക്ക് ഇബാദത്തുകൾ വന്നു കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് നിർബന്ധ കാര്യങ്ങൾ, അതല്ലാത്ത കാര്യങ്ങൾ, അതിൻ്റെ സമയമാകുമ്പോൾ, അത് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടുമ്പോൾ വേഗത്തിൽ
അതിനുവേണ്ടി പരിശ്രമിക്കുക എന്ന് പണ്ഡിതന്മാർ അറിയിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ, ഏതാനും ചില കാര്യങ്ങൾ സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും ഈമാൻ നിലനിൽക്കാനും നമുക്ക് സഹായകമാകും എന്ന് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മരണം വരെ മുഅ്മിനായി ജീവിക്കാനും അതിലായി മരിക്കാനും എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകിയ ഈമാൻ അവൻ്റെ അനുഗ്രഹവും അവൻ്റെ കാരുണ്യവും അവൻ്റെ ഔദാര്യവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അത് നിലനിർത്താനുള്ള, അതിൽ ഉറച്ചു നിൽക്കാനുള്ള ഏതാനും ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അതോടൊപ്പം നമ്മെ അതിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന, നമ്മുടെ ഈമാൻ ദുർബലപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നാം ജാഗ്രത കൈക്കൊള്ളേണ്ടതുണ്ട്. അതിലൊന്നാമത്തേത് സഹോദരങ്ങളെ, നമ്മുടെ മുഖ്യ ശത്രുവിനെക്കുറിച്ച് നാം ജാഗ്രത കൈക്കൊള്ളുക. ആരാണ് നമ്മുടെ മുഖ്യ ശത്രു? ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ. അല്ലാഹു പറഞ്ഞു, നാം കാണാത്ത എന്നാൽ നമ്മെ കാണുന്ന, നമ്മുടെ നാശം മാത്രം ആഗ്രഹിക്കുന്ന പിശാച് നമ്മുടെ പിന്നാലെ തന്നെയുണ്ട് നമ്മെ പിഴപ്പിക്കാൻ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള വൈരാഗ്യം അത് അദ്ദേഹത്തിൻ്റെ മക്കളോടും ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ആ മുഖ്യ ശത്രുവിനെ നാം കരുതിയിരിക്കുക എന്ന് പറഞ്ഞാൽ രഹസ്യത്തിലോ പരസ്യത്തിലോ അവന് വഴിപ്പെടുന്നവരായി നാം മാറാൻ പാടുള്ളതല്ല എന്നത് സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ആളുകൾ കാണുമ്പോഴും കാണാത്തപ്പോഴും നാം ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ നമ്മുടെ ഈമാൻ ദുർബലപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. കാരണം പിശാച് ആത്യന്തികമായി ഒരാളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവനെ കാഫിറാക്കി, നിഷേധിയാക്കി അങ്ങനെ മരിപ്പിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ ഈമാൻ, നമ്മുടെ ദീൻ അത് നഷ്ടപ്പെട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കൂട്ടുകെട്ടാണ്. എത്രയോ ആളുകൾ കൂട്ടുകെട്ട് മോശമായതിൻ്റെ പേരിൽ നശിച്ചു പോയിട്ടുണ്ട്. നല്ല കൂട്ടുകെട്ട് സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ഈമാനാണ് അത്തരം കൂട്ടുകെട്ടിന് പകരം നൽകേണ്ടി വരിക. എത്ര ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ദീനുണ്ടായിരുന്ന, മുസ്ലിമായിരുന്ന, 5 നേരം നിസ്കരിച്ചിരുന്ന ആളുകൾ, ചെറുപ്പക്കാർ, യുവതികൾ, യുവാക്കൾ, വിദ്യാർത്ഥിനികൾ കുറച്ചു കാലം അങ്ങ് കഴിയുമ്പോൾ അവരുടെ കൂട്ടുകെട്ടിൻ്റെ അനന്തര ഫലമായി കൊണ്ടതാ റബ്ബിനെ നിഷേധിക്കുന്നു, ദീൻ നിഷേധിക്കുന്നു, ദീനിനെ വലിച്ചെറിയുന്നു, ഇസ്ലാമിക വേഷം വലിച്ചെറിയുന്നു, ദീനിൻ്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നു, പിന്നീട് അതിൻ്റെ വിമർശകരായി മാറുന്നു. അത് നേർക്ക് നേരെയുള്ള കൂട്ടുകെട്ടായാലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള കൂട്ടുകെട്ടാണെങ്കിലും പ്രിയമുള്ളവരെ നാം കരുതിയിരിക്കേണ്ടതാണ്. പലതും കണ്ടും കേട്ടും വായിച്ചും നമ്മുടെ ഖൽബ് കേടുവരും. നമ്മുടെ ഈമാൻ ദുർബലപ്പെട്ടു പോവാനുള്ള കാരണമാണത്. അതുകൊണ്ട് നാം ആരോടൊപ്പം കൂട്ടുകൂടുന്നു എന്നത് നാം ശ്രദ്ധിക്കുക. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, താക്കീത് ചെയ്തിട്ടുണ്ട്. അൽ മർഉ
അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ, ഒരാൾ അയാളുടെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും. ഫല്യൻദുർ അഹദുകും മൻ യുഖാലിൽ. അതുകൊണ്ട് നിങ്ങൾ ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത് എന്ന് നോക്കിക്കൊള്ളട്ടെ, ചിന്തിച്ചു കൊള്ളട്ടെ. ഇത് സഹോദരങ്ങളെ വലിയ മുന്നറിയിപ്പാണിത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നകൾ നിറഞ്ഞ കാലഘട്ടം വന്നെത്തിക്കഴിഞ്ഞാൽ ഈ ഉമ്മത്തിനെ താക്കീത് ചെയ്തിട്ടുണ്ട്. യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ. പ്രഭാതത്തിൽ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോൾ കാഫിറായിരിക്കും. വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ. വൈകുന്നേരം മുഅ്മിനായിരുന്നവൻ പ്രഭാതമായപ്പോൾ കാഫിറായി തീരും. കാരണം യബീഉ ദീനഹു ബിഅറദിൻ മിനദ് ദുനിയ. ദുനിയാവിൻ്റെ തുച്ഛമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ തൻ്റെ ദീനിനെ വിറ്റുകളയും. സുബ്ഹാനല്ലാഹ്, എന്തൊരു പ്രയോഗമാണ്, എന്തൊരു ഹദീസാണിത്. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, എത്ര സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകെട്ട് നാം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ സ്വന്തം നഫ്സ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ, അതിനെ നാം ശ്രദ്ധിക്കുക. കാരണം ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസൂ. തീർച്ചയായും മനുഷ്യ മനസ്സുകൾ തിന്മയിലേക്ക് നയിക്കുന്നതാണ്. നമ്മുടെ മനസ്സ് മന്ത്രിക്കും തിന്മകളിലേക്ക്, മോശമായ കാര്യങ്ങളിലേക്ക്, ഈ ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന കാര്യങ്ങളിലേക്ക്, കുഫറിലേക്ക്, അധർമ്മങ്ങളിലേക്ക്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലേക്ക്. അതിൽ നിന്ന് നാം ജാഗ്രത കൈക്കൊള്ളേണ്ടതുണ്ട്. അഥവാ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈമാൻ നിലനിർത്താൻ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന നമുക്കിപ്രകാരം കാണാം. അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ വജഅൽനാ ഹുദാതൻ മുഹ്തദീൻ. നമ്മൾ കാണാതെ പഠിക്കണം ഈ പ്രാർത്ഥന. അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ. അല്ലാഹുവേ, ഈമാനിൻ്റെ അലങ്കാരം കൊണ്ട് നീ എൻ്റെ ഹൃദയത്തെ അലങ്കരിക്കണേ. അഥവാ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തണേ, ഈമാനിൽ അടിയുറപ്പിച്ചു നിർത്തണേ, അതിൽ സ്ഥിരത നൽകണേ എന്നാണ് അതിൻ്റെ അർത്ഥം. വജഅൽനാ ഹുദാതൻ മുഹ്തദീൻ. അല്ലാഹുവേ, സന്മാർഗികളും ആ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന മാർഗദർശികളുമാക്കി നീ ഞങ്ങളെ മാറ്റണമേ. ഈ മഹത്തായ പ്രാർത്ഥന നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. പ്രാർത്ഥനകളുടെ അവസരങ്ങളിൽ സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് അള്ളാഹുവിനോട് നിലനിർത്തി തരാൻ, ഈമാനിലായി മരിപ്പിക്കാൻ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മഹാന്മാരായ അമ്പിയാക്കളുടെ പാരമ്പര്യം അതാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. തവഫനി മുസ്ലിമൻ. അല്ലാഹുവേ, നീ മുസ്ലിമായിക്കൊണ്ട് എന്നെ മരിപ്പിക്കണേ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി പ്രാർത്ഥനകൾ നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാൻ നുരുമ്പിപ്പോകുമെന്നും അതിനേറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്നും നാം തിരിച്ചറിയുക. ഈമാൻ വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും കുറഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ നിന്ന് നാം ഓടി അകലുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിലെ രോഗികൾക്ക് ശിഫാ നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, അല്ലാഹു അവർക്ക് ആശ്വാസവും ശിഫാവും സമാധാനവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ
أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم مزق ملك الكافرين. اللهم انصر الإسلام والمسلمين. اللهم انصر من نصر دينك وكتابك وسنة نبيك محمد صلى الله عليه وسلم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين، والحمد لله رب العالمين.